ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മേഖലയിലെ സമാധാനത്തിനായി ലെബനനും ഇസ്രയേലും അടിയന്തരമായി ചർച്ചകൾ ആരംഭിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ. നിലവിലെ സാഹചര്യങ്ങൾ എത്ര മോശമാണോ അതിലും വഷളായേക്കാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മേഖലയിലെ സമാധാനത്തിനായി ലെബനനും ഇസ്രയേലും അടിയന്തരമായി ചർച്ചകൾ ആരംഭിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ലെബനൻ പ്രത്യേക കോർഡിനേറ്റർ ജീനിൻ ഹെന്നിസ് പ്ലാഷേർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്നും ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നുമാണ് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യം എത്ര മോശമാണോ അതിലും വഷളായേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകിയത്. ഭാവി തലമുറകൾ ഇതേ പേടി സ്വപ്നത്തിലൂടെ വീണ്ടും കടന്നുപോകുന്നത് ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ അനിവാര്യമായ ഒരു വഴിത്തിരിവാകുമെന്നാണ് ജീനിൻ ഹെന്നിസ് പ്ലാഷേർട്ട് കൂട്ടിച്ചേർത്തത്. ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടതോടെയാണ് പോരാട്ടം പുതിയ തലത്തിലേക്ക് നീങ്ങിയത്. ഇതിന് തിരിച്ചടിയായി ഇസ്രയേൽ വ്യോമാക്രമണങ്ങളും സൈനിക നടപടികളും ശക്തമാക്കിയതോടെ ലെബനൻ വീണ്ടും മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് സജീവമായി തുടരുന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഇസ്രയേലിനെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അക്കൗണ്ടിൽ ഏറ്റവും ഒടുവിലായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സയനിസ്റ്റ് ഭരണകൂടം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്നും ഇതിന്റെ പ്രത്യാഘാതം അവർക്ക് വലിയ നിരാശയുണ്ടാക്കുമെന്നുമാണ് പോസ്റ്റിൽ പറയുന്നത്. ഇറാന്റെ സൈനിക കരുത്ത് വ്യക്തമാക്കുന്ന 3 പ്രധാന ചിത്രങ്ങൾ സഹിതമാണ് മുന്നറിയിപ്പ് നൽകിയത്. മരുഭൂമിയിൽ മിസൈൽ ലോഞ്ചറുകൾക്ക് സമീപം ഇറാനിയൻ പതാകയുമായി നിൽക്കുന്ന സൈനികർ, അത്യാധുനിക മിസൈൽ വികസിപ്പിക്കുന്ന ശാസ്ത്രജ്ഞർ, രാത്രിയിൽ ശത്രു രാജ്യത്ത് പതിക്കുന്ന വമ്പൻ ബാലിസ്റ്റിക് മിസൈൽ എന്നിവയുടെ ചിത്രങ്ങളാണ് സന്ദേശത്തോടൊപ്പം പങ്കുവച്ചിട്ടുള്ളത്. ഫെബ്രുവരി 28-ന് ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലെ ബയോ ഇസ്ലാമിക് റവല്യൂഷനിലെ രക്തസാക്ഷിത്വം വരിച്ച നേതാവ് എന്നാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആക്രമണമാണ് ഇനി മുന്നിൽ കാണേണ്ടത്. അതിൽ ഇസ്രയേൽ പിന്മാറുമോ എന്നുള്ള കാര്യവും വ്യക്തമാകേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.